ഒതുങ്ങിയിരിക്കണം. നീ ഞാൻ പറയുന്നേക്ക്. ആ കണ്ണടച്ചേ. എന്തിനാ ഏട്ടാ ഇത്രയും ഒരുക്കങ്ങളൊക്കെ? ഞങ്ങളുടെ കല്യാണം ഒരു തവണ കഴിഞ്ഞതല്ലേ? എടാ അതൊക്കെ എല്ലാരും തേച്ചു മാച്ച് കളഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞത് എല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്ന്. നമ്മളിപ്പോ പോയി പെണ്ണ് കണ്ടു. പെണ്ണിന്റെ വീട്ടുകാരുടെ സമ്മതം ചോദിച്ചു. പെണ്ണും ചെക്കനും തമ്മിൽ കണ്ട് സംസാരിച്ചു. പരസ്പരം ഇഷ്ടമാണെന്നും പറഞ്ഞു. ഇപ്പൊ നടക്കുന്നതാണ് നിന്റെ യഥാർത്ഥ വിവാഹം. അതിനൊരു ഭാഗ്യമൊക്കെ വേണം. ഈ വിവാഹം നടക്കുന്നു പറയുന്നത് സത്യം തന്നെയാ. പക്ഷേ ഇപ്പോഴും നമ്മുടെ കുടുംബം ശാന്തമല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തൽക്കാലം ആ പ്രശ്നങ്ങളൊന്നും നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എടാ ഇത്രയും കാലമായിട്ട് പരസ്പരം സ്നേഹിച്ച് പിരിഞ്ഞിരിക്കുക നിങ്ങള്. ഇനി നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പൂർണ്ണമായി അവധി തരിക. ഇനി കുടുംബകാര്യങ്ങളോ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങളോ ഒന്നും നീ ആലോചിക്കണ്ട. അവക്ക് സന്തോഷം കിട്ടാൻ എന്തൊക്കെ ചെയ്യാം അതൊക്കെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. 10 ജന്മം വേദനിക്കുന്നതിന്റെ അത്രയും അവള് വേദനിച്ചിട്ടുണ്ട്. ഇത്രയും സ്വഭാവ ഗുണം ഉണ്ടായിട്ടും ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട പെൺകുട്ടി വേറെ കാണില്ല. അതിന്റെ സങ്കടങ്ങളൊക്കെ നീ തീർക്കണോടാ. ഇനി മുതൽ അവളെ കാണുമ്പോ നിന്റെ മുഖത്തൊരു ചിരി ഉണ്ടാവണം. ഒരിക്കലും പറ്റാത്തൊരു ചിരി. എൻ്റെ മനസ്സിലെ പ്ലാന് അതൊക്കെ തന്നെയാ. പക്ഷേ ഈ കൂടെ വരുന്ന കക്ഷിയുണ്ടല്ലോ, എളുപ്പമല്ല കൈകാര്യം ചെയ്യാൻ. അതെന്തുപറ്റി? ഏട്ടന് തോന്നുന്നുണ്ടോ വീട്ടുകാരുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് വെളിയിൽ എന്നോടൊപ്പം സന്തോഷിക്കാൻ ആദ്യം വരുമെന്ന്? അയാളുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ വീട് തന്നെയാ. ഈ വീട്ടിലുള്ളവരുടെ എല്ലാം തെളിഞ്ഞ മുഖമല്ലേ? അതൊക്കെ എനിക്കറിയാടാ. എങ്കിലും നീ നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഇപ്പോഴും കണിമംഗലത്തുകാരുടെ ഒപ്പം എത്തില്ല എന്നൊരു തോന്നല് അവളുടെ കുടുംബക്കാരെ മനസ്സിലുണ്ട്. അത് മാറ്റിയെടുക്കുന്ന രീതിയിലായിരിക്കണം നിന്റെ പെരുമാറ്റം. ഞാൻ അങ്ങനെ വ്യത്യാസം കാണിച്ചിട്ടുണ്ടോ ഏട്ടാ? നീ അത് കാണിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കണം എന്നാ പറഞ്ഞേ. പിന്നെ ചെറിയമ്മയുടെയും കൽപ്പനയുടെയും കാര്യം, രാധിക വന്ന് കയറിയ തീർച്ചയായും രണ്ടുപേര് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കും. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. രാധികയോട് പറയണം, അവക്ക് വിഷമം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സംഭവിച്ചാൽ ആ നിമിഷം തന്നെ നിന്നോട് വന്ന് പറയണമെന്ന്. അവള് പറയുന്ന വിഷമം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ഒതുക്കി വെക്കുന്ന മുറിവുകളാണ് കുറെ നാള് കഴിയുമ്പോൾ ചീഞ്ഞു പഴുക്കുന്നത്. കൽപ്പനയുടെയും ചെറിയമ്മയുടെയും ചികിത്സ തുടക്കത്തിൽ തന്നെ ആവാം. ഏട്ടനപ്പ കരുതി കൂട്ടി തന്നെയാണല്ലേ? നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നല്ലേടാ. അപ്പോ നിന്റെ കാര്യങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നേ. കൊള്ളാം, മണവാളന്റെ ലുക്കൊക്കെ കൊള്ളാം. പെർഫെക്റ്റ് ആണോ? പിന്നെ എന്റെ അനിയൻ എപ്പോഴും 100% പെർഫെക്റ്റ് അല്ലേടാ. അതെങ്ങനെയാ? ഏട്ടന്റെ അല്ലേ അനിയൻ, പിന്നെ പെർഫെക്റ്റ് ആകാതിരിക്കോ?